പ്രണയസഖി ഭാഗം 24. അച്ഛനും മകനും ചോറ് വിളമ്പിക്കൊടുക്കുന്നതിൻ്റെ കൂടെ സുജയ്ക്ക് അവരോട് രണ്ടുപേരോടും ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ അതെങ്ങനെ തുടങ്ങി വെക്കുമെന്നുള്ള ഭയത്തോടെയാണ് പുള്ളിക്കാരുടെ നിൽപ്പ്. പൂജയെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കാനാണ്. കഴിഞ്ഞ ദിവസം പ്രേമിനോട് അതേപ്പറ്റി പറഞ്ഞതിന് കേൾക്കാത്തതായി ഒന്നുമില്ലിനി. അച്ഛനേക്കാൾ വലിയ ദേഷ്യക്കാരനാണ് മകനും. പൂജയുടെ കാര്യമാകുമ്പോൾ അവൻ്റെ ദേഷ്യം കൂടും. ആരെയും കുറ്റം പറയാനോ നിർബന്ധിക്കാനോ പറ്റില്ല. ഈ കാര്യത്തിൽ എന്തേലും പറയാൻ പോയാൽ അതിൻ്റെ പേരിൽ ചിലപ്പോൾ എവിടെയോ കിടക്കുന്ന അവളും കൂടി എന്തേലുമൊക്കെ കേൾക്കേണ്ടി വരും. അവൾ എന്തിനു വേണ്ടിയാ ഓരോന്നൊക്കെ ചെയ്ത് ഇനിയും എല്ലാവരെയും വെറുപ്പ് വാങ്ങിക്കൂട്ടുന്നത്? ആ തെമ്മാടി ചെറുക്കന് വേണ്ടിയോ? എന്തു തന്നെയാണേലും നഷ്ടം അവൾക്ക് മാത്രമല്ലേ? അവളെയല്ലേ എല്ലാവരും കുറ്റം പറയുന്നത്? അകറ്റി നിർത്തുന്നതുമൊക്കെ എവിടെയാണേലും സ്വന്തം മകള് കഷ്ടപ്പെട്ട് നടക്കുന്നത് കാണാൻ ഏതെങ്കിലും അമ്മയ്ക്ക് പറ്റുമോ? സുജേ, നീ എന്താ ഓർത്തു നിൽക്കുക? കുറച്ച് മോരുകറി ഇങ്ങൊഴിച്ചേ. ആലോചനയോടെ നിൽക്കുന്ന സുജയെ രാജു വിളിച്ചതും സുജ പെട്ടെന്ന് അച്ഛനെയും മകനെയും നോക്കി. രണ്ടാളുടെയും കണ്ണുകൾ തൻ്റെ മുഖത്താണ്. ഒരു നിമിഷം അവരുടെ മുഖത്തെ ഗൗരവം കണ്ട് പറയാൻ വന്നത് വിഴുങ്ങിക്കളഞ്ഞവൾ. അവർക്ക് അത്രയ്ക്ക് പേടിയുണ്ട് രണ്ടുപേരെയും. രാജുവിൻ്റെ പ്ലേറ്റിലേക്ക് കറി വിളമ്പി കൊടുക്കുന്നതിലൂടെ പറഞ്ഞു, എനിക്കറിയാം അമ്മയുടെ ആലോചന എന്താണെന്ന്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. വെറുതെ തന്നെയും പിന്നെയും അതേപ്പറ്റി പറഞ്ഞ് ഈ വീട്ടിലൊരു വഴക്ക് വേണ്ട. ഞാൻ ഇങ്ങോട്ട് സ്ഥലം മാറി വന്നത് ഒരു തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല. സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് എനിക്ക് തോന്നാതെ ഇരുന്നാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം. കഴിച്ചു മതിയാക്കി എണീറ്റു പോകുന്ന മകനെയും ഭാര്യയെയും സംശയത്തോടെ രാജു നോക്കി. പ്രേം എന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതെന്നായിരുന്നു അയാളുടെ ചിന്ത മുഴുവൻ. എന്താടി, എന്തേലും പ്രശ്നമുണ്ടോ? അവനെന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? നീ എന്തേലും പറഞ്ഞവനോട് വഴക്കായോ? രാജു കുറച്ച് കടുപ്പത്തിൽ തന്നെയാണ് ചോദിച്ചത്. അയാളുടെ ചോദ്യം കേട്ട് എന്തു പറയുമെന്നറിയാതെ പെട്ടെന്ന് വെപ്രാളത്തോടെ പ്രേം കഴിച്ച പാത്രമെടുക്കാൻ കൈ നീട്ടി സുജ. സുജി, ഞാൻ നിന്നോടാ ചോദിക്കുന്നേ. നിങ്ങൾ തളയും മോനും തലയും വാലുമില്ലാതെ ഓരോന്ന് പറഞ്ഞാൽ ഞാനെന്താ മനസ്സിലാക്കേണ്ടത്? അതോ ഈ വീട്ടിൽ നടക്കുന്ന ഒന്നും ഞാൻ അറിയാൻ പാടില്ലെന്നാണോ? ഏട്ടാ, അങ്ങനെയല്ല. അവൻ വെറുതെ. അവർക്കാകെ പേടിയായി. പൂജയുടെ കാര്യം പറഞ്ഞാണ് പ്രേം തന്നോട് അങ്ങനെ പറഞ്ഞിട്ട് പോയതെന്ന് ഏട്ടനോട് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ വലിയ വഴക്കുണ്ടാവും ഇവിടെ. അവിടുത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ സുജയ്ക്ക് തുറന്ന് സംസാരിക്കാൻ പേടിയാണേലും അയാളോട് എന്തു പറയും? സുജയ് കുറച്ച് ഒച്ചയെടുത്ത് തന്നെ വിളിച്ചു. അത് പിന്നെ പൂജയെ മടിച്ചാണേലും ആ പേര് പറഞ്ഞതും അയാളുടെ മുഖം ചുമന്നു കയറി. കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റിലെ വിരലമർന്നതും പേടിയോടെ സുജ പ്രേം കഴിച്ച പ്ലേറ്റുമായി അടുക്കളയിലേക്ക് പോയി. ഇനി അവിടെ നിന്നാൽ ഏട്ടൻ്റെ വാലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. കേൾക്കുന്നതിൻ്റെയല്ല, അതിൻ്റെ പേരിൽ പിന്നെ അവളുടെ കാര്യം ഈ വീട്ടിൽ പറയാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. അവളെ ഒന്ന് വിളിക്കാനെങ്കിലും കഴിഞ്ഞിരുന്നേൽ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളുടെ അമ്മയല്ലേ. എനിക്ക് വേദനയുണ്ടാവില്ലേ? വിശപ്പും ദാഹവുമൊക്കെ ഒറ്റയടിക്ക് പോയതുപോലെ തോന്നിയവർക്ക് ഇനി എടുത്താലും മനസ്സറിഞ്ഞൊന്നും കഴിക്കാൻ പറ്റില്ല. പെണ്ണിന് ഇനിയും ഓരോ പൊട്ടപ്പണികൾ തോന്നല്ലേ ഭഗവാനെ. ഒരു പെങ്കൊച്ച ഓരോ നിമിഷവും ആദി കയറിയ ജീവിക്കുന്നതിപ്പോൾ. പൂജയുടെ കാര്യം ഓർത്തിട്ട് സുജയ്ക്കൊരു സമാധാനവുമില്ലായിരുന്നു. വീട്ടിലെ സമാധാനം കളയേണ്ടെന്ന് കരുതി ഓരോന്നുള്ളിൽ ഒതുക്കുമ്പോഴും ദിവസം കഴിയുന്തോറും നെഞ്ചിലൊരു പിടപ്പാണവർക്ക്. പൂജ കുറച്ചു നേരമായി തന്നോടെന്തോ സംസാരിക്കാനുള്ളതുപോലെ വട്ടം ചുറ്റി നിൽക്കുന്നവളെ പൂജയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തനിക്കിഷ്ടമില്ലാത്ത, തന്നെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു കാര്യമാണ് അവൾ പറയാൻ പോകുന്നത്. പൂജയ്ക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. എന്തു കേട്ടാലും പ്രത്യേകിച്ച് ഒന്നുമില്ല. വേദനയും വിഷമവുമൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കാലത്തെ മായ്ച്ചു കളയാനോ മനസ്സിൽ നിന്ന് എടുത്തു കളയാനോ കഴിയില്ല. അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ഓരോ നിമിഷവും ജീവിച്ചു പോകുന്നത്. നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? കേൾക്കുമ്പോൾ നിനക്കത്ര സുഖം തോന്നിയെന്ന് വരില്ല. എന്തോ എനിക്കതേപ്പറ്റി ചോദിക്കണമെന്ന് തോന്നി. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സുഖം തോന്നുന്ന എന്ത് കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്? പൂജ നിർവികാരതയോടെ പറഞ്ഞു. അത് വിട്. നീ ചോദിക്കാൻ വന്നത് ചോദിക്കുക. ഗൗതം, അയാൾ നിന്നെ വന്ന് വിളിച്ചാൽ ഇനി നീ പോകുമോ അയാൾക്കൊപ്പം? ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം. പൂജയുടെ കണ്ണുകളിൽ ആ ഞെട്ടൽ വ്യക്തമാണ്. ഹിരണി അവളുടെ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ നോക്കിക്കാണുകയാണ്. പൂജ എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുന്നവളെ ഹിരണി മെല്ലെ തട്ടി വിളിച്ചു. ഇല്ലടി, ഒരിക്കലും അത് ശരിയാവില്ല. അയാളുടെ ജീവിതം ഞാൻ കാണാൻ ഒരിക്കൽ ഇല്ലാതായതാണ്. ഇനി വേണ്ട, അത് ശരിയാവില്ല. താലി കെട്ടിയ നിമിഷം മുതൽ എന്തൊക്കെയോ കുറ്റബോധം കൊണ്ട് ഒരുങ്ങിയ ഞാൻ അയാളുടെ കൂടെ പോരുന്നത് വരെ നിന്നത് അതിൻ്റെ കൂടെ ചെന്നിട്ടുള്ള പ്രശ്നങ്ങളും. ഗൗതമിനെ പോലെ ഒരാളുടെ ജീവിതത്തിൽ എന്നെപ്പോലെ ഒരു പെണ്ണ് ചെന്നതോടെ ആ കുടുംബം തന്നെ തകർന്നു പോയി.
വയ്യടി, ഇനി നേരിൽ കണ്ട അയാളുടെ മുഖത്ത് പോലും നോക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ സ്വന്തം മകളെപ്പോലെ കണ്ട ആ അച്ഛനെയും അമ്മയും പറ്റി ഓർക്കുമ്പോൾ അവരൊക്കെ എന്നെ എന്തുമാത്രം ശപിക്കുന്നുണ്ടാവും. കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഞാൻ ചതിച്ചതുപോലെ കരുതും. നീ പറഞ്ഞത് കൊണ്ടാ അല്ലേ ഞാൻ നാട്ടിലൊക്കെ ഒന്ന് തിരക്കിയേനെ. വീട്ടിൽ പോലും നിന്നെപ്പറ്റി ഒന്നും പറഞ്ഞു കേട്ടില്ല. അല്ലേലും ന്യൂസ് ഉണ്ടെങ്കിൽ അറിയേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് രണ്ടു വീട്ടുകാരും എന്തേലും കള്ളം പറഞ്ഞു കാണും നാട്ടുകാരോട്. തൽക്കാലം അവരുടെ വായടപ്പിക്കാൻ അതാണ് നല്ലതെന്ന് തോന്നിക്കാണും. എന്ത് കള്ളമായി? അതിപ്പോൾ എന്തൊക്കെ പറയാം? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതല്ലേ എൻ്റെ വീട്ടിലേക്ക് അറിയേണ്ടതല്ലേ? അതെങ്ങനെയാ? ഓർമ്മ വെച്ച കാലം മുതലേ ഓരോന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരും നേരെ നോക്കിയാൽ അടിയാണ്. നിന്റെ ചേട്ടനാണേലും അങ്ങേർക്ക് ഒരില്ല് കൂടുതലാണ്. എന്നെ കാണുമ്പോൾ പോലും കുടുംബത്തോടുള്ള ദേഷ്യമാണ് അങ്ങയുടെ മുഖത്ത്. ഹിരണി പറയുന്നത് കേട്ട് പൂജ മെല്ലെ ചിരിച്ചുപോയി. നിസ്സാര കാര്യങ്ങളുടെ പേരിലൊക്കെ മിക്കപ്പോഴും വഴക്കിടുന്നത് കാണാം രണ്ട് കൂട്ടരും. താൻ പിന്നെ ആ വഴിക്ക് നോക്കാറ് പോലുമില്ലായിരുന്നു. ചേട്ടനിപ്പോൾ എന്നെ കണ്ടാൽ മിക്കവാറുമുള്ള ദേഷ്യം മൊത്തം തീർക്കും. അതല്ലേ തന്നെ കിരണിൻ്റെ പേരിൽ എന്നെ വെറുത്തതാണ്. അതിൻ്റെ കൂടെ പിന്നെയും ഓരോന്ന്. നീ ഇതൊക്കെ വിട് പൂജ. നിന്നെക്കുറിച്ചെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നെങ്കിലും നിനക്ക് ചുറ്റുമുള്ളവർ തിരക്കിയേനെ. നിന്റെ മാത്രം തെറ്റുകൊണ്ടല്ല നിനക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്. നിന്നെ താലി കെട്ടിയ ആളുടെ ഭാഗത്ത് വരെ തെറ്റുണ്ട്. നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ അയാൾ നിന്നെ കെട്ടിയത്. എന്നിട്ട് അയാൾ നിന്നോട് എങ്ങനെയാ പെരുമാറിയത്? നിന്റെ കൂടെ നിൽക്കുന്നത് പോലെ ഒന്ന് കാണിക്കുമെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ പോലും ഉണ്ടാവില്ലായിരുന്നു. നിന്റെ ഭാഗത്തും തെറ്റുണ്ട്. നീ അയാളെ ഒരു ശത്രുവായി കണ്ടല്ലേ എപ്പോഴും പെരുമാറിയത്. നിന്നെ സ്നേഹിച്ചവനെയും നിന്നെയും അകറ്റാൻ വന്ന ഒരുവനായി നീ അവനെ കണ്ടു. അവൻ വന്ന് നിന്നെ കെട്ടിയതുകൊണ്ട് നിനക്ക് കിരണിനെ നഷ്ടമായതെന്ന് നീ കരുതി. ആ ദേഷ്യം മുഴുവൻ നീ അയാളോട് കാണിച്ചു. ഹിരണി പറഞ്ഞതൊക്കെ പൂജയുടെ മനസ്സിനെ ഒന്ന് ചിന്തിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം കഴിഞ്ഞു പോയില്ലേ. ദീർഘനിശ്വാസത്തോടെ പൂജ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് നടന്നു. ജനാലയ്ക്കരികിലായി നിൽക്കുന്നവളുടെ അടുത്തേക്ക് ഹിരണി പതിയെ നീങ്ങിച്ചെന്നു. പൂജ, എന്താ ഞാൻ അങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് പെട്ടെന്നൊരു ഏയ് അല്ലടാ, എല്ലാം നമുക്ക് ഇരുവർക്കുമിടയിൽ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, അല്ലാതെ പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ. ഞാൻ അങ്ങനെ ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല പൂജ. ഇതുപോലെ കിരൺ ഇപ്പോൾ വന്നതുപോലെ അയാളും ഒരു ദിവസം നിന്റെ മുന്നിൽ വന്ന് പെട്ടാൽ. ഹിരണി പറഞ്ഞതും പൂജ പെട്ടെന്ന് അവളെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ മറ്റെന്തോ ഭാവമായിരുന്നു. എന്താ അങ്ങനെ? കാണുകയില്ലെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. മനുഷ്യനല്ലേ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കാണേണ്ടി വരും. അങ്ങനെ കാണേണ്ടി വന്നാൽ കിരണിന് മുന്നിൽ പോയി നിൽക്കുന്നത് പോലെ അയാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ നിനക്ക് പറ്റുമോ? എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ ജീവിതത്തിൽ നീയും കൂടി തെറ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. കൂടുതൽ ആലോചിക്കാതെ അവൾ മറുപടി പറഞ്ഞു. ഞാൻ ശരിക്കും അയാളെപ്പറ്റി ആലോചിച്ച് തന്നെ അവിടുന്ന് പോന്നു കഴിഞ്ഞിട്ടാണ്. കൂടെയുണ്ടായിരുന്ന സമയത്തൊക്കെ പരസ്പരം പോരടിച്ചതല്ലാതെ ഒന്ന് ചിരിച്ച് സംസാരിച്ചതായി പോലും ഓർക്കുന്നില്ല. പൂജയ്ക്ക് അതൊക്കെ പറയുമ്പോൾ വിഷമം തോന്നുന്നത് ഹിരണിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, നമുക്ക് ശരിയാക്കാം പൂജ. ചിലപ്പോൾ കിരൺ പറഞ്ഞതുപോലെ ഗൗതം വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുറ്റബോധത്തിന് ആവശ്യമില്ലല്ലോ. നീ കാരണം നശിച്ചുപോയ അയാളുടെ ജീവിതം നല്ല രീതിക്കാവില്ലേ? ഹിരണി പറഞ്ഞതും പൂജയ്ക്കെന്തോ അത് കേട്ട് നിൽക്കാൻ ഇഷ്ടം തോന്നിയില്ല. താല്പര്യമില്ലാത്ത എന്തോ ഒരു കാര്യം പറഞ്ഞതുപോലെയായിരുന്നു അവളുടെ ഭാവം. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. പക്ഷേ എന്തോ ഒരു കൊളുത്തുവലി പോലെ. നമുക്കെന്തേലും കഴിക്കാം. രാവിലെ ഓഫീസിൽ പോകേണ്ട കിടന്നൊക്കെ നേരത്തെ. കൂടുതൽ ആ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ പൂജ വിഷയം മാറ്റിക്കളഞ്ഞു. രണ്ടാളും കഴിച്ചിട്ട് നേരത്തെ കിടക്കുകയും ചെയ്തു. അന്നത്തെ രാത്രി ഉറങ്ങാൻ കിടന്നതും പൂജ കുറേ നേരം കഴിഞ്ഞാണ് ഉറങ്ങിയത്. ആകെ മനസ്സിനൊരു സുഖമില്ലാത്തതുപോലെ തോന്നിയവൾക്ക് കണ്ണടയ്ക്കുമ്പോഴെല്ലാം ഒരാളുടെ മുഖമിങ്ങനെ മനസ്സിലേക്ക് കടന്നു വന്ന് അതിങ്ങനെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ. ആകെ മൊത്തം അസ്വസ്ഥമായ മനസ്സോടെയാണ് പൂജ ഉറങ്ങാൻ കിടന്നത്. ദിവസങ്ങൾ വേഗത്തിൽ ഓടിമറഞ്ഞു. കിരണിൻ്റെ ശല്യമില്ലാത്തത് കൊണ്ട് തന്നെ പൂജ ഏത് നിമിഷവും അവനെ ഓഫീസിലോ ഫ്ലാറ്റിന് മുന്നിലോ പ്രതീക്ഷിച്ച് തന്നെയാണ് കഴിഞ്ഞു പോയത്. അടികൊണ്ടതിൻ്റെ പക കൂടി അവനുണ്ട്. അതുകൂടിയാകുമ്പോൾ അവൻ വലുതെന്തേലുമാകും എനിക്കെതിരെ പ്ലാൻ ചെയ്യുന്നത്. ഇനിയും അവൻ്റെ ചതിയിൽ വീണു പോകാൻ പൂജയില്ല. അത്രത്തോളം അവൻ കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ അനുഭവിച്ചു. ഇനിയും അവനെ കൊന്നാലേ അവൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയുള്ളെങ്കിൽ അതിനും എനിക്ക് മടിയില്ല. ഇനിയിപ്പോൾ ഈ ജീവിതം കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല, ആർക്കും പ്രത്യേകിച്ചൊരു ഗുണവും. എങ്കിൽ പിന്നെ ഇതിങ്ങനെ തന്നെ അവസാനിക്കട്ടെ.
ആകെ ഒരു സമാധാനം ഓഫീസിൽ വരുന്നതും രാവിലെ മുതൽ വൈകുന്നേരം വരെ മറ്റൊരു ലോകത്തെന്ന പോലെ ഇവിടെ കഴിയുന്നതുമാണ്. പിന്നെ എല്ലാത്തിനേക്കാളും ചേർത്ത് പിടിക്കാൻ കൂടെയൊരാൾ ഉള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മനസ്സിന് എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെങ്കിലും ഒരു ധൈര്യമാണ് അവൾ. പൂജ ഹിരണിയെ മനസ്സിലോർത്തു. മഴ കാരണം സ്റ്റോറി ഇടാൻ ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദിവസം സ്റ്റോറി ഇടാഞ്ഞത്. എല്ലാവരും ക്ഷമിക്കണം. ഇനി മുതലിടാം. താങ്ക് യു.